മറ്റൊരു സവിശേഷത കണ്ടത് ഈ സർക്കാരിൻ്റെ കാലത്ത് എല്ലാ സർക്കാർ പരിപാടികളും ബഹിഷ്കരിച്ച പ്രതിപക്ഷ നേതാവ് അല്ലെ പ്രതിപക്ഷം ഇന്ന് സഹകരിച്ചു. ഉറപ്പായിട്ടും. കാരണം അങ്ങനെ ഒരു സഹകരണം അനിവാര്യമാണ് എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് തന്നെ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ, ഏറ്റവും കുറഞ്ഞ ഹർത്താൽ നടന്ന ഒരു കാലമാണ് ഈ ഗവൺമെന്റിന്റെ കാലം. അതിൽ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവരായതുകൊണ്ടാണെന്നും കൂടി അതിൽ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൂടിയുണ്ട്. എന്താണെങ്കിലും കേരളം എല്ലാവരും ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമായി മാറുന്നു. എല്ലാവരും പറഞ്ഞതനുസരിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമായി മാറുന്നു. ഒറ്റ വരിയിൽ പറഞ്ഞാൽ നവംബർ 1 2025 നവംബർ 1 അതിദരിദ്ര അവസാനിക്കുന്ന കേരളം 26 രാജ്യങ്ങൾ ഇപ്പോൾ വന്നതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ സംസ്ഥാനമായി മാറുകയാണ്. ഈ ഗവൺമെൻറ് വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പം നിക്ഷേപത്തിൽ മാത്രമല്ല, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അതിദരിദ്ര നിർമ്മാർജ്ജനം മുതൽ വലിയ വികസനം, വലിയ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാകുന്ന നിക്ഷേപം വരെ എല്ലാ മേഖലയും സമഗ്രമായ വികസനത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ ഉൾപ്പെടെ മാർഗമായി മാറ്റാൻ ഇപ്പോൾ പല നാടുകളിൽ നിന്നും വന്ന മലയാളികൾ ശരത്ത് പരിചയപ്പെട്ടിട്ടുണ്ടാവും പലരെയും. ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് 2 കൊല്ലമായി ഞങ്ങൾ പോയിട്ട്, 3 കൊല്ലമായി ഞങ്ങൾ പോയിട്ട്, ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ റോഡ് അങ്ങനെയല്ല, ഞങ്ങളുടെ സ്കൂൾ അങ്ങനെയല്ല, ഞങ്ങളുടെ വില്ലേജ് ഓഫീസ് അങ്ങനെയല്ല. ഇതൊക്കെ കാണിക്കുന്നൊരു വലിയ അത്ഭുതം. നമ്മൾ നിക്ഷേപകരെ കേവലം വിളിക്കുക മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിലുണ്ടാക്കുന്ന വലിയ മാറ്റത്തോടെ ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാത്തിലും ഒന്നാമതായ കേരളം വീണ്ടും ആ 1ാം റാങ്ക് തീരെ താഴാതെ കുറച്ചുകൂടി ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതായത് ഇതൊരു തുടർ സർക്കാരാണ്, തുടർ ഭരണമാണ്. അത് തുടർ ഭരണത്തിൻ്റെ മികവ് എന്താണ്, അതിൻ്റെ പ്രയോജനം എന്താണ്? നല്ല സർക്കാരുകൾ തുടർന്നാൽ നാടിന് എന്ത് മാറ്റമുണ്ടാകുമെന്ന ആളുകൾക്ക് മറ്റാരുടെയും സഹായമില്ല. മറ്റാളുകൾ പലതരത്തിൽ ഏത് വ്യാഖ്യാനങ്ങൾ ചമച്ചാലും ജനങ്ങൾക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിയും വിധം ഈ 2 സർക്കാരുകളിലൂടെ സഞ്ചരിക്കുന്ന മലയാളിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണോ മിനിസ്റ്റർ പറയുന്നത്? ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്തെല്ലാം പ്രചരണങ്ങൾ ഏതെല്ലാം വിധത്തിൽ വന്നാലും ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട്. ഭൂമിയിൽ വന്ന് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ, ഇടത്തോട്ടും വലത്തോട്ടും നേരെയും പുറകോട്ടും ആകാശത്തോട്ടും താഴത്തോട്ടും നോക്കിയാൽ ഒരു ലോകത്തിൻ്റെ അതിവേഗത്തിലുള്ള ഓട്ടത്തിനിടയിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചെങ്ങനെ കേരളം വിശാലമായിട്ടുള്ള വികസന സങ്കല്പങ്ങളിലേക്ക് പോകാൻ പറ്റുമെന്ന് വായിച്ചെടുക്കാൻ ഭൂതക്കണ്ണാടികൾ ആവശ്യമില്ലാത്ത വിധം കേരളം ഉയർന്നിരിക്കുന്ന ഒരു കാലം. മറ്റൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഒരു നിക്ഷേപം ഉണ്ടാകുന്നു. അതെവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. തൃശ്ശൂരിരിക്കുന്ന ആൾ ചോദിക്കും എനിക്കെന്ത് മെച്ചം. ഒരു നിക്ഷേപം ഉണ്ടാകുന്നു, അത് കാസർഗോഡാണ്, എനിക്കെന്ത് മെച്ചം. ഒരു റോഡുണ്ടാകുന്നു, അത് പാലക്കാട്, എനിക്കെന്ത് മെച്ചം. ഇത് 140 നിയോജക മണ്ഡലത്തിലും 1000-ലേറെ തദ്ദേശ സ്ഥാപനങ്ങളിലും എവിടെ വികസനം എന്ന് ചോദിച്ചാൽ നിൽക്കുന്നിടത്ത് നിന്ന് വിരൽ ചൂണ്ടിയാൽ കാണാവുന്ന വിധത്തിൽ അത് ഇൻഫ്രാസ്ട്രക്ചറാകട്ടെ, അത് നിക്ഷേപമാകട്ടെ, അതിദാരിദ്ര്യത്തിലുള്ള മോചനമാകട്ടെ, വീടാകട്ടെ, ഭൂമിയാകട്ടെ, നമുക്ക് കൺമുമ്പിലെത്തിക്കാൻ കഴിയുന്നത് ഈ തുടർച്ചയുടെ അനന്തരഫലമാണ്. ഒന്നിൻ്റെ തുടർച്ചയായി മറ്റൊന്ന് വരുന്നു. ഈ തുടർച്ച തന്നെയാണ് കേരളം ഇനിയും വികസനത്തിന് വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളത്. മിനിസ്റ്റർ പറഞ്ഞതിൽ എനിക്ക് 2 കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വന്നു. ഒന്ന്, കിഫ്ബിയുടെ ഇടപെടൽ കൊണ്ട് നമ്മൾ പണം സമാഹരിച്ച് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അക്കാലത്തെ പ്രതിപക്ഷ MLA-മാരടക്കം ഒരാക്ഷേപവും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്കടക്കം ഏറ്റവും മികവാർന്ന നിലയിൽ അവരുടെ മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ സഭയിൽ ഒരു ദിവസം വൈകുന്നേരം ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. നവകേരള സദസ്സിൽ എല്ലാ മണ്ഡലങ്ങൾക്കും 7 കോടി താങ്കൾ ഉണ്ടായിരുന്ന സഭയിൽ. അപ്പോൾ അന്ന് ഇടയ്ക്കൊന്ന് ഇടപെടുന്നത് ഞാൻ കണ്ടു. എന്ന് വെച്ചാൽ ഞാനത് പ്രത്യേകം എടുത്തു പറയാൻ കാര്യം, പ്രതിപക്ഷ MLA-മാർ ബഹിഷ്കരിച്ച നവകേരള സദസ്സിൽ അവരുടെ മണ്ഡലങ്ങൾക്കുമായി 7 കോടിയുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം എങ്ങും വേർതിരിവില്ലാതെ വികസനത്തെ എത്തിക്കുക എന്നുള്ള, കേരളം ഒരു ഒറ്റ നഗരമാണ്, ഒറ്റ വികസിത പ്രദേശമാണ് എന്ന നിലയിലാണോ സർക്കാർ കാണുന്നത്? ഏതെങ്കിലും വിധത്തിലുള്ള കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസമില്ലാതെ എവിടെയാണോ അനിവാര്യത അവിടേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ചിലപ്പോൾ പ്രതിപക്ഷ MLA-മാരുടെ അവിടേക്കായിരിക്കും ചില കാര്യങ്ങളിൽ കൂടുതൽ ഫണ്ട് പോവുക. ഗവൺമെൻറ്റിൻ്റെ മറുപടി അന്ന് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് ഞങ്ങൾ മന്ത്രിമാരായിരിക്കുമ്പോഴും അത്രയേ ഉള്ളൂ. എവിടെയാണോ അനിവാര്യത അവിടേക്കാണ് വിരൽ ചൂണ്ടുക. നവകേരള സദസ്സിൽ പങ്കെടുത്ത എല്ലാ മണ്ഡലങ്ങളിലും ഉയർന്നു വന്ന പ്രപ്പോസൽ ആളുകൾ ചോദിച്ചല്ലോ, മണ്ഡലങ്ങളിൽ പോയി പരാതി മേടിച്ചു, ആവശ്യങ്ങൾ കേട്ടു, എന്നിട്ട് എന്തുണ്ടായി? 7 കോടിക്കകത്ത് നിൽക്കാവുന്ന വിധത്തിൽ എല്ലാ മണ്ഡലങ്ങൾക്കും. അപ്പോൾ നിങ്ങൾ MLA-മാർ വന്ന 99 മണ്ഡലങ്ങളിലാണോ? അല്ല, ജനങ്ങൾ വന്ന 140 മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും വന്നു ജനങ്ങൾ. രാഷ്ട്രീയമായ പ്രശ്നം കൊണ്ട് പലർക്കും വരാനും പറ്റാനും പോവാതെയൊക്കെ ഇരിക്കുക. ഇപ്പോൾ ഈ കിഫ്ബിയെ കുറ്റം പറയുമ്പോഴും കിഫ്ബി
പിക്കെതിരായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവർ തന്നെ അവരവരുടെ മണ്ഡലത്തിൽ ഉള്ളത് വേഗം തീർക്കണമെന്നും പുതുത് വേണമെന്നും നിരന്തരമായി വാദിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും MLA-മാരുടെ കടമ എന്ന നിലയിൽ നിർവഹിക്കുന്നു. അതിലൊരു കുറവുണ്ടാകില്ല. രാഷ്ട്രീയം വേറെ, വികസനം വേറെ. വികസനം കേരളത്തിലാണ്. ശരത്തി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വരി പറഞ്ഞാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും പറഞ്ഞൊരു കാര്യം, നമുക്ക് പ്രതിപക്ഷ വിമർശനം ഭരണപക്ഷത്തോടാകാം, പ്രതിപക്ഷം ഭരണപക്ഷ വിരുദ്ധ പ്രതിപക്ഷമാകാം, കേരള വിരുദ്ധ പ്രതിപക്ഷമാകരുത്. അതാണ് കേരളത്തിൻ്റെ പ്രശ്നം. അപ്പം അവസാനിപ്പിക്കും മുമ്പ് എന്ന് കടമെടുത്ത് ഞാനൊരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിച്ചോട്ടെ. അവസാനിപ്പിക്കും മുമ്പ് മിനിസ്റ്ററോട് ഒരു കാര്യം കൂടി, അതായത് ഈ കേരള വിരുദ്ധ സമീപനം പാടില്ല എന്ന് പറയുന്നിടത്താണ് എൻ്റെ ചോദ്യം. അതായത് ഇന്ന് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു, താങ്കളത് സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അതൊരു തിരിച്ചറിവാണോ? ഒന്ന്. രണ്ട്, തരൂർ ഈ വിഷയത്തിൽ പ്രതിപക്ഷത്ത് നിന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമെന്ന നിലയിൽ കേരളത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചപ്പോൾ കോൺഗ്രസിന് വല്ലാതെ പുള്ളി അസ്വസ്ഥപ്പെട്ടു, കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ അതടക്കം വലിയ തോതിൽ ചർച്ചയായതും ഇന്നടക്കം പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നതിനും യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിനും കുറെ കൂടി വസ്തുനിഷ്ഠമായി ഇടപെടുന്നതിനും ഇടയാക്കിയോ? അല്പം പൊളിറ്റിക്സ് ആണ്. നമുക്ക് രാഷ്ട്രീയമാകട്ടെ, നമുക്ക് ഇപ്പോൾ ഏത് തരത്തിലുള്ള വാദവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പറയാം. പക്ഷേ സമയം എത്രമായി എന്ന് ചോദിച്ചാൽ 8-10 എന്നേ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പറയാൻ പറ്റൂ. കാരണം അത് നിയതമായിട്ടുള്ളൊരു സമയമാണ്. വികസനത്തിന് സൂചികകൾ കൊണ്ടാണ് മറുപടി പറയുന്നത്. പൊള്ളയായ വാഗ്ദാനങ്ങളോ കവല പ്രസംഗങ്ങളോ അല്ല. അതിൽ നമ്മൾ പലതും പറയും, പല വിധത്തിൽ. അങ്ങനെ പറയുന്നവരല്ല നമ്മൾ. പക്ഷേ അങ്ങനെ പല അഭിപ്രായങ്ങളും ആളുകൾ അതത് രാഷ്ട്രീയ കോണുകളിലൂടെ നോക്കുമ്പോഴുണ്ടാകും. അതായത് ഓരോ പ്രശ്നത്തെയും ഓരോ രാഷ്ട്രീയ കക്ഷിയും എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതായിരിക്കും കവലയോഗങ്ങളിൽ നമ്മൾ പറയുന്ന ഒരു പൊതു പൊളിറ്റിക്സ്. പക്ഷേ സൂചികകളെ നമുക്ക് കളയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ നേരെ, ലോകത്തിൻ്റെ നേരെ തിരിച്ചു വെച്ച കണ്ണാടിയിൽ കണക്കുകളാണ്. ആ കണക്കുകൾ നിഷേധിക്കാനാകില്ല. ആ കണക്കുകളിൽ എവിടെ കുറവ് എന്ന് പറയാൻ അധികാരമുണ്ട് എല്ലാവർക്കും. പക്ഷേ കുറവ് ചൂണ്ടിക്കാണിക്കപ്പെടണം. അവിടെയാണ് ഒരു പുതിയ പോസിറ്റീവ് പോയിൻ്റ് ഉയർന്നു വരുന്നത്. എത്ര ചൂണ്ടിക്കാണിച്ചാലും തിരുത്തേണ്ടതല്ലാത്തൊരു കണക്കാണിതെന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നെ ആ കണക്കിനോടൊപ്പം നിൽക്കുകയും ആ കണക്കുയർത്തിപ്പിടിക്കുന്ന കേരളത്തിന് അനുകൂലമായിട്ടുള്ളൊരു വികാരം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് ജനപ്രതിനിധികളുടെ എല്ലാം ആവശ്യമാണ്. ഞങ്ങളതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിലേതെങ്കിലും വിധത്തിലുള്ള ബാരിക്കേഡുകളില്ല. തുറന്ന മനസ്സും തുറന്ന വേദിയും തുറന്ന സമീപനവുമാണ് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ളത്. ഒറ്റ കാര്യം, കേരളത്തിൻ്റെ നിയമിതമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചേ മതിയാകൂ. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. അതിനേറ്റവും വേഗതയിലാകും. അത് പൊതുസമൂഹം ഏറ്റെടുത്തതിൻ്റെ ദൃഷ്ടാന്തമാണ്, അഥവാ പ്രതിഫലനമാണ് ഇന്നിപ്പോൾ അതിവേഗം മുന്നോട്ട് പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്. B2B ഡിസ്കഷനുകളൊക്കെ വളരെ പോസിറ്റീവായി പോകുന്നതായി കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റി എല്ലാവരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി, ആതിഥേയരാണ് സർക്കാരെങ്കിലും സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ 1.5 ദിവസം പൂർണ്ണമായി ഇവിടെ കേന്ദ്രീകരിക്കുകയാണ്. കാരണം കേരളം പുതിയ മേഖലകളിലേക്ക് കടക്കാൻ പോകുന്ന അഭിമാനകരമായിട്ടുള്ള ഒരു അനുഭവത്തിന് കേരളം മുഴുവൻ സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ ഏതായാലും ആവേശകരവും കേരളത്തെ സംബന്ധിച്ച് അനിവാര്യവുമായൊരു മാറ്റത്തിൻ്റെ വളരെ സുപ്രധാന ഒരു മൈൽ സ്റ്റോൺ ആണ് നടന്നു വരുന്നത്. അതേക്കുറിച്ചാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ബഹുമാന്യനായ റവന്യൂ മന്ത്രി ഇത്ര നേരം സംസാരിച്ചത്. ഒരുപാട് സന്തോഷം. താങ്ക് യു.